ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളും ചിറക്കടവ് തിരുനീലകണ്ഠൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയിലെ മഹാദേവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രം. ശങ്കരനാരായണ ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. പൊൻകുന്നം മണിമല റൂട്ടിൽ പൊൻകുന്നത്തു നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. ചരിത്രപരവും ഐതിഹ്യപരവുമായ നിരവധി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കം കണക്കാക്കപ്പെടുന്നു. കിഴക്കോട്ട് ദർശനമായാണ് മുഖ്യ പ്രതിഷ്ഠയായ മഹാദേവൻ കുടികൊള്ളുന്നത്. നിത്യേന 5 പൂജകളും 3 ശിവേലിയുമാണ് ഇവിടുത്തെ പതിവ് പൂജകൾ. പുലർച്ചെ 5 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രം. മുഖ്യപ്രതിഷ്ഠയായ മഹാദേവന് പുറമെ ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ബ്രഹ്മരക്ഷസ്, നാഗരാജാക്കൾ എന്നീ ഉപദേവാലയങ്ങളുമുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരനട. മകരമാസത്തിലാണ് ഇവിടുത്തെ കൊടിയേറ്റുത്സവം നടക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ച് വേലകളി ഇവിടെ പ്രധാനമാണ്. ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ചെറിയൊരു സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിനാൽ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ വേറൊരു വീഡിയോയിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി നമുക്ക് തിരുനീലകണ്ഠൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. ഈ ക്ഷേത്രക്കുളത്തിൽ മീനൂട്ട് എന്നൊരു ചടങ്ങ് നടക്കാറുണ്ട്. ഭക്തർ അരി കൊണ്ടുവന്ന് മീനുകൾക്ക് ഊട്ട് നൽകുന്നതാണ് ഈ ചടങ്ങ്. അത് കർക്കിടക മാസത്തിലാണ് കൂടുതലായി നടക്കുന്നതെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അത് സാധാരണ സമയത്ത് നടക്കാറുണ്ട്, എങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായി അറിയില്ല. ഇനി നമുക്ക് നീലൻ്റെ തറയിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസമാണ് നീലൻ പുതിയ തറയിലേക്ക് ഗൃഹപ്രവേശനം നടത്തിയത്. അതായത് 14-ാം തീയതി ഞായറാഴ്ച. ഇത് ഞാൻ 15-ാം തീയതിയാണ് ഇത് ഷൂട്ട് ചെയ്തത്. നീലൻ്റെ 1ാം ചട്ടക്കാരനായ സാബുചേട്ടനും പിന്നെ സഹായിയായിട്ടുള്ള ഗോകുലു ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഇതെടുത്തിരിക്കുന്നത് ഇടവമാസം 1-ാം തീയതിയാണ്. നീലനെ രാവിലെ കുളിപ്പിച്ച് ചിറക്കടവ് മഹാദേവനെയും തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്, അവിടെയും കൊണ്ട് തൊഴിക്കാനാണ് സാബുചേട്ടനൊക്കെ പ്ലാൻ ഇട്ടിരിക്കുന്നത്. വളരെ ആഘോഷപൂർവ്വമാണ് നീലൻ്റെ ഗൃഹപ്രവേശനം നടന്നത്. അതായത് ഞായറാഴ്ച ദിവസമായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു അന്ന് നീലൻ്റെ ഗൃഹപ്രവേശം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നെന്നുള്ളത് അറിഞ്ഞത്. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാനിങ്ങ് പോന്നു. ഒരു ഭക്തൻ സമർപ്പിച്ചതാണ് ഈ തറി. അദ്ദേഹം സ്വന്തം ചെലവിൽ നിർമ്മിച്ച് നൽകിയതാണിത്. തറയിലോട്ട് കയറുന്ന സ്ഥലത്തൊക്കെ ചള്ളയുണ്ട്. അതിനാലാണ് ചിപ്സ് വിരിച്ചത്. പെട്ടെന്നുള്ള ചടങ്ങായതിനാൽ ചിപ്സ് വിരിച്ചു. ഇനിയും അത് മാറ്റിയിട്ട് മണൽ പാകാനാണ് പ്ലാൻ. നീലൻ്റെ നേരത്തെ തറി അതിന് സമീപത്ത് തന്നെ തെക്ക് വടക്കായിട്ടായിരുന്നു. നേരെ തിരിച്ചായിരുന്നു തറി. ഇപ്പം കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് ഇരിക്കുന്നത്.
തറിയെല്ലാം വൃത്തിയാക്കിയിട്ട് ആനയെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സാബു ചേട്ടനൊക്കെ. ആന നിന്നിരുന്ന സ്ഥലത്തെ എരണ്ടമെല്ലാം മാറ്റി അവിടെ കഴുകുകയാണ്. തറിയിൽ നല്ല ശുചിത്വം പാലിച്ചില്ലെങ്കിൽ ആനയ്ക്ക് പാദരോഗം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനാൽ തറി നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് സാബുചേട്ടനൊക്കെ. കഴിഞ്ഞ ഉത്സവ സമയത്തൊക്കെ നീലൻ മദപ്പാടിലായിരുന്നു. അന്ന് ഈ തറി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അന്ന് ആനയെ തളച്ചിരുന്നത് വേറെ സ്ഥലത്തായിരുന്നു. ഇവിടെ അന്നേരം പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. നീലൻ്റെ പുതിയ തറിയിലേക്കുള്ള ഗൃഹപ്രവേശം വളരെ വർണ്ണാഭമായിട്ടാണ് നടന്നത്. പഞ്ചവാദ്യം അതുപോലെയുള്ള മേളങ്ങളും പിന്നെ പ്രത്യേക പൂജകൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ചടങ്ങുകളോടും കൂടിയാണ് ഇന്നലെ ഭക്തജനങ്ങളുടെ ഒത്തിരി പങ്കാളിത്തത്തോടു കൂടിയാണ് ഇന്നലെ ഇതിൻ്റെ ഗൃഹപ്രവേശം നടന്നത്. അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിറ്റേ ദിവസം വന്ന് നീലനെ കാണാൻ വന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനകളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരാനയാണ്. എഴുന്നള്ളിപ്പുകളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരാനയാണ് തിരക്കടവ് തിരുനീലകണ്ഠൻ. കഴിഞ്ഞ സീസണിൽ ആറന്മുള അങ്ങനെ തുടങ്ങിയ ചെങ്ങന്നൂര് അങ്ങനെ തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം തിരക്കടവ് തിരുനീലകണ്ഠൻ തിടംപേറ്റാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരക്കടവിലെ ഉത്സവ സമയത്ത് നീലകണ്ഠന് മദപ്പാടിലായിരിക്കും. മിക്ക ഉത്സവത്തിനും മദപ്പാടിലായിരിക്കും. കഴിഞ്ഞ സീസണും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ സീസണിലുമെല്ലാം മദപ്പാടിലായിരുന്നു. ഞാൻ കഴിഞ്ഞ 2 സീസണിൽ ഉത്സവത്തിന് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് കയറുന്നിടത്ത് ഇറങ്ങുന്നിടത്ത് ഒക്കെ ഭയങ്കര ചള്ളയാണ്. അതുകൊണ്ടാണ് ചിപ്സ് വിരിക്കുന്നത്. ചിപ്സ് വിരിക്കുന്നത് അത് പെട്ടെന്നുള്ളൊരു ഇതിന് വേണ്ടി ചെയ്തതാണ്. അത് തറയൊന്ന് ഉറച്ച് കഴിയുമ്പോൾ തറ അങ്ങോട്ട് കയറുന്നിടം എല്ലാം ഒന്ന് ഉറച്ച് കഴിയുമ്പോഴത്തേന് മണൽ വിരിക്കാനുള്ള പദ്ധതിയാണ്. ചിപ്സ് വിരിച്ചത് ഉടനെ മാറ്റിയിട്ട് മണൽ വിരിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നതെന്നാണ് ഇങ്ങനെ അറിവ് കിട്ടിയത്. ചിപ്സ് ഭയങ്കര ചൂടാണ്. ചിപ്സ് വിരിച്ചാൽ ഭയങ്കര ചൂടാണ്. പിന്നെ ചിപ്സ് വിരിച്ചിടത്തല്ല ആന നിൽക്കുന്നത്. ആന നിൽക്കുന്നിടം തറയാണ്, നല്ല സിമെൻറ്റ് തറയാണ്. പിന്നെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നിടത്ത് മാത്രമേ വിരിച്ചിട്ടുള്ളൂ. അത് ഇവിടെ എല്ലാം ചള്ളയാണ്. കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര ചള്ളയുള്ള സ്ഥലമാണ്. കാരണം JCBക്കൊക്കെ മാന്തിയൊക്കെയാണ് ഇതെല്ലാം ശരിയാക്കിയത്. അന്നേരം ഇതായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പം മണൽ വിരിക്കാനാണ് പ്ലാന്. നീലൻ്റെ തറി നേരത്തെ ഇങ്ങോട്ട് തിരിഞ്ഞായിരുന്നു. അതിൻ്റെ കല്ലാണ് കാണുന്നത്.
അതായത് ഇപ്പം കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നേരത്തെ തെക്ക് വടക്കായിട്ടായിരുന്നു അതിൻ്റെ തറി, ആനയുടെ തറി ഇങ്ങനെ ഇരുന്നത്. അതിൻ്റെ ഷീറ്റൊക്കെ ആന ഓല എറിഞ്ഞതാണ്, മറപ്പാടിലൊക്കെ ഓല എറിയുന്നതിൻ്റെയൊക്കെ ആണോ എന്നറിയത്തില്ല. നേരത്തെ ആ തറി അതിൻ്റെ ഷീറ്റെല്ലാം ഇളകിയൊക്കെ ഇരിക്കുമായിരുന്നു. ആനയുടെ കുളി ഏകദേശം കഴിയാറായിട്ടുണ്ട്. പിന്നെ ആനയെ കഴുകുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലല്ല, നല്ല സമയം എടുത്തിട്ടുണ്ട്. 2-3 മണിക്കൂർ സമയം നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. ആനയെ ക്ഷേത്രത്തെ കൊണ്ട് തൊഴിയിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തത്. പിന്നെ ആനയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മതി വരാത്ത ഒരു ഇതാണ്, ജീവിയാണ് ആനയെന്ന് പറഞ്ഞാൽ. കണ്ടാലും മതി വരാത്ത ഒരു ഇതാണ്. ചിറക്കുറവ് തിരുനീലകണ്ഠന് ഞാൻ ആറന്മുള വെച്ച് പഴമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ച് അങ്ങനെ പഴമൊന്നും കൊടുത്തിട്ടില്ല. ആറന്മുള വെച്ച് പഴവും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആന ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ് സുഹൃത്തുക്കളെ. നീലൻ ക്ഷേത്രത്തിൽ വന്നാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വകയായിട്ടും തിരുമേനിയുടെ വകയായിട്ടും മധുരം നൽകുന്ന ഒരു പതിവ് ഞാൻ 2-3 തവണയായിട്ട് കണ്ടിട്ടുള്ളതാണ്. മധുരം നൽകാനാണെന്ന് തോന്നുന്നു.
തിരുമേനിമാരുടെ വകയായിട്ട് പായസമോ ചോറോ അത് നൽകുകയാണ് എനിക്ക്. നീലൻ ഇനി അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും എത്തുന്നതായിരിക്കും.